മക്കളെ, നമുക്ക് ഇനി പഠിക്കാനുള്ളത് നമ്മുടെ +1 ഫിസിക്സിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്സിലെ 2 ഭാഗങ്ങൾ. ഇത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, സയൻസ് കാര്യം. കാരണം എന്താണെന്നറിയോ, നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, +2 അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പക്ഷെ നമുക്കത് +2 +1 ഡിഫറൻഷിയേഷൻ്റെ കുറച്ചുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ആദ്യത്തെ 3ാമത്തെ പാഠങ്ങളിലും 4ാമത്തെ പാഠങ്ങളിലും ഒക്കെ ഒത്തിരി വരണുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ NCERT ടെസ്റ്റിനകത്ത് 4ാം പാഠത്തിൻ്റെ അവസാനത്തിലായിട്ട് ഡിഫറൻഷിയേഷനെയും ഇൻ്റഗ്രേഷനെയും കുറിച്ച് കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. സാധാരണ ടീച്ചേഴ്സ് എടുക്കാറില്ല. ഓരോ പോർഷൻസ് എത്തുമ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുക ചെയ്യാറ്. നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് തോന്നുന്നത് നമുക്ക് ആദ്യമേ പഠിച്ചു വെക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസെപ്റ്റുകളും കാര്യങ്ങളൊന്നും വേണ്ട. y of x is equal to if f of x is equal to y, then f dash is equal to f. അതൊന്നും വേണ്ട. നമുക്ക് അത്യാവശ്യം വേണ്ട കൺസെപ്റ്റ് എന്താ ഡിഫറൻഷിയേഷൻ എന്നുള്ളത്, എന്താ ഇന്റഗ്രേഷൻ എന്നുള്ളത്, പിന്നെ അത്യാവശ്യം വേണ്ട ചില ഫംഗ്ഷൻ്റെ ഒക്കെ ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാം. നമ്മുടെ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ process of finding tan theta. Tan theta എന്ന് പറഞ്ഞാൽ സ്ലോപ്പ്. എന്തിന്റെ സ്ലോപ്പ്? നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എക്സ് വൈ ഗ്രാഫ് ഒരു ലൈൻ ആയിട്ട് കേട്ടോ, അത് സ്ട്രേറ്റ് വളഞ്ഞു പോയെന്നുള്ളൂ. സ്ട്രേറ്റ് തന്നെ ഉദ്ദേശിച്ചത്. ഒരു നോക്കി, ഈ ആംഗിളാണ് തീറ്റ. ഈ ഒരു ലൈനിന്റെ, ഒരു സ്ട്രേറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ തീറ്റ ആയിരിക്കില്ലേ? ഈ തീറ്റ തന്നെ എല്ലായിടത്തും തീറ്റ. സ്ലോപ്പ് എന്ന് പറഞ്ഞാല് ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആലോചിക്കേ, ടാൻ തീറ്റ എന്നതാ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ആരുടെ? തീറ്റ. ഈ ഭാഗം നോക്കും, ഈ നീളം അറിയണ്ടേ കേട്ടോ. ഞാൻ ഇവനെ ഏറ്റവും താഴെയുള്ള ഇത്രയും നീളം, ഈ പോയിന്റ് ഞാനിവിടെ y1 കൊടുത്തു, ഈ പോയിന്റ് ഞാനിവിടെ y2 കൊടുത്തു, ഈ പോയിന്റ് നേരെ താഴെ ആദ്യത്തെ പോയിന്റിൽ അപ്പോൾ x1 കൊടുത്തു, ഈ പോയിന്റിനെ x2 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡ് ഈ നീളം എത്ര വരും? ഇവിടെ നിന്ന് ഇവിടം വരെ y2 അല്ലേ, ഇവിടെ നിന്ന് ഇവിടം വരെയോ y1. അതുകൊണ്ട് ഞാൻ y2 മൈനസ് y1 ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇവിടെ നിന്ന് ഇവിടം വരെ x2 അല്ലേ, അവിടെ നിന്ന് ഇത്രയും ദൂരം കുറച്ചാലോ ഈ ദൂരം x1 അല്ലേ, അപ്പോൾ എനിക്ക് ഈ നീളം കിട്ടില്ലേ. അപ്പോൾ x2 മൈനസ് x1. ഇത്രയേ ഉള്ളൂ ടാൻ തീറ്റ. ഈ പരിപാടി കാണുന്നതാണ് എന്ത്? ഡിഫറൻഷിയേഷൻ. പഠിക്കാം, കുറച്ച് കേട്ടാൽ. ഈ ടാൻ തീറ്റ കാണുന്ന പരിപാടിയാണ് നമ്മുടെ ഡിഫറൻഷിയേഷൻ. ഒരു ലൈനിന്റെ കാര്യത്തിൽ എളുപ്പമാണ്, കാരണം ഒരു ലൈൻ എല്ലാ സൈഡിലും തീറ്റയാണ്, സെയിം തീറ്റ. പ്രശ്നം എന്താണെന്നറിയോ, ഒരു കർവ് ആണെങ്കിലാണ് പ്രശ്നം. ഇതാ നിങ്ങൾ പറഞ്ഞു പോകുന്നൊരു കർവ്. ഇവിടെ നോക്കി, ഇവിടെ എല്ലാ സൈഡിലും ഈ തീറ്റ സെയിം ആയിരുന്നു. പക്ഷെ ഒരു കർവിന്റെ ഭാഗത്തോ ഇവിടെ എന്ത് വെച്ചാൽ തീറ്റ പറയും, ഒരു ലൈൻ വേണ്ടേ. അപ്പൊ കർവിന്റെ ഭാഗത്ത് നമ്മൾ തീറ്റ കാണുന്നത് എന്തിനാന്ന് ചോദിച്ചാല്, ഇപ്പൊ എവിടത്തെയാണോ ഡിഫറൻഷിയേഷൻ കാണണ്ടേ, ഒരു കണക്ക് ഞാൻ കാണിച്ചത്. അവിടെ ഇപ്പൊ എനിക്ക് നമ്മൾ ചോദിച്ചേക്കാണ് ഫൈൻഡ് ഡിഫറൻഷിയേഷൻ ഓഫ് ഈ കർവ്. ഈ കർവിന്റെ പേര് ചിലപ്പോൾ x² പ്ലസ് 2x പ്ലസ് വേറെ ചിലപ്പോൾ ഇത്രേ ഉള്ളൂ വിചാരിച്ചോ, ഇങ്ങനത്തെ ഒരു കർവാന്ന് വിചാരിച്ചോ. നമ്മൾ ചോദിക്കുകയാണ് ഫൈൻഡ് ഡിഫറൻഷിയേഷൻ ഓഫ് ഈ ഫംഗ്ഷൻ അറ്റ് പോയിന്റ് x ഈക്വൽ ടു 2, 1 2 3. ഇതാണ് x ആക്സിസ്. അപ്പോൾ ഈ പോയിന്റിൽ നമ്മളോട് ഡിഫറൻഷിയേഷൻ കാണാൻ ചോദിച്ചേക്കോ. അപ്പോൾ നമ്മൾ നേരെ ആ പോയിന്റിൽ പോയിട്ട് ഒരു ടാൻജന്റ് വരും കേട്ടോ. ഇവിടെ മുട്ടില്ലേ, എൻ്റെ കർവ് വെച്ച് വൃത്തിയിലായതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്ന കർവായിക്കോട്ടെ. അപ്പം നോക്കി ഈ പോയിന്റ് മുട്ടി. അപ്പോൾ ഈ ലൈനിൻ്റെ തീറ്റയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ഈ തീറ്റേൻ്റെ എന്ത് കാണും? ടാൻ തീറ്റ കണ്ടുപിടിച്ചു. ഇത്രയും ഡിഫറൻഷിയേഷൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു 2 കർവ് വരച്ചിട്ട് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് അതിൽ എങ്ങനെ ഇക്വേഷൻ വരുന്നത്, എങ്ങനെ നമ്മൾ കാണുന്നത്, എന്തായിരിക്കും നമ്മുടെ ആൻസർ എന്ന് കാണിച്ചാൽ. ആയിരുന്നല്ലോ. അപ്പോൾ നോക്കൂ, നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നറിയോ,
നമുക്ക് +2 മാത്സിലൊക്കെ എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചാൽ ഇപ്പം നോക്കിയോ, ഇതാണ് ക്വസ്റ്റ്യൻ. y is equal to 3x square plus 4x. നമ്മൾ ചോദിക്കുകയാണ് ഫൈൻഡ് dy by dx. ഇതാണ് ഡിഫറൻഷ്യൽ ഓപ്പറേഷൻ. ഇതെങ്ങനെയാണ് വായിക്കാന്നറിയോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. ഇത്രയും ഭാഗം ഇതിനെ പറഞ്ഞതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ. പല പേര് നിങ്ങളെ പഠിപ്പിക്കും. സംഭവം ഇത്രയേ ഉള്ളൂ, എക്സിനുണ്ടാകുന്ന മാറ്റം അനുസരിച്ച് വൈക്ക് എന്താ ഉണ്ടാകുന്നേ കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. വൈ ഡാഷ് ഓഫ് എക്സ്. സിമ്പിൾ. ഫൈൻഡ് വൈ ഡാഷ് എക്സ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ next case. Second question, find y dash of x at x is equal to 3. ഇതാണ് ഡിഫറൻഷിയേഷന്റെ ക്വസ്റ്റ്യൻ. ഞാൻ ആൻസർ ചെയ്യാം കേട്ടോ. എന്നെ ആൻസർ ചെയ്ത് നോക്കൂ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഫൈൻഡ് y dash of x. പിന്നെ എൻ്റെ മനസ്സിൽ ആലോചിക്കുക, എക്സ് സ്ക്വയറിന് എന്തോ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. ഓക്കെ, 2x 2 into 3 6x. ഓക്കെ, പ്ലസ് 4x എന്താണ് 4. ഓക്കെ, എൻ്റെ ആൻസർ കിട്ടി കഴിഞ്ഞു. ഈ രണ്ടാമത്തെ ഫൈൻഡ് y dash of x at x equal to 3. പ്രത്യേകം എടുത്ത് ചോദിച്ചേക്കുക. x 3 ആണെങ്കിൽ ഈ വാല്യൂ എത്രയായിരിക്കും? ഇപ്പം എൻ്റെ ഈ ആൻസറിന് x ഉണ്ടല്ലേ, 3 ഇട്ട് കൊടുക്കാം. അപ്പോൾ 6 × 3 + 4 എത്ര കിട്ടി? 3 × 6 18 + 4 22 കിട്ടി. എൻ്റെ ആൻസർ കിട്ടി കേട്ടോ. എൻ്റെ ഡിഫറൻഷിയേഷൻ്റെ ആൻസർ കിട്ടി. ഒന്നും മനസ്സിലായില്ലോ? വേറെ ക്വസ്റ്റ്യൻ. y is equal to 3x തന്നെയാണോ y വരുന്നത്? x³ - 4x². ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് y dash of x, അല്ലെങ്കിൽ ചോദിച്ചേക്കാം dy by dx. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് y dash of x at x is equal to 1. ഇപ്പം ആൻസർ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഫൈൻഡ് dy by dx. x³ ഇക്വേഷൻ വെച്ച് ആലോചിച്ചു, കിട്ടി 3x² -4x. മൈനസ് ആണ്, മൈനസ് തന്നെ ഇടട്ടെ. പിന്നെ 4x² 2 4 8x 8x കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫൈൻഡ് y dash of x at x is equal to 1. ഓക്കെ, ഇതാണ് y dash of x. ഇനി എന്നാ കാണണ്ടേ? x equal to 1 കാണും അല്ലേ? ശരി, കുഴപ്പമില്ല. 3 × x-നോട് 1 കൊടുത്താൽ മതി. 3 × 1² - 8 × 1. ആൻസർ എന്നാ നോക്കിയേ, 3 × 1² 3 - 8 -5. സിമ്പിൾ. ശരി, ഇനി അടുത്തത് വേറെ y is equal to, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ y എപ്പോഴും y എടുക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഇവർ ഇങ്ങോട്ട് ചോദിക്കുക y of x. ഇനി വേറെ ക്വസ്റ്റ്യൻ ആണ് f of x. പേര് മാറ്റുന്നേ ഉള്ളൂ. f of x is equal to, അല്ല വെറൈറ്റിക്ക് f of theta equal to sin theta plus cos theta. Okay, first question, find f dash of theta. Second question, find f dash of theta at theta equal to pi by 2. pi by 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 90 ഡിഗ്രി എന്നാണ് കേട്ടോ. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്നാണ് pi by 2 എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇതൊക്കെ നമ്മുടെ ട്രിഗണോമെട്രി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ, ഫൈൻഡ് എഫ് ഡാഷ് ഓഫ് തീറ്റ. സൈൻ തീറ്റയും കോസ് തീറ്റ ആണല്ലേ. സൈൻ തീറ്റൻ്റെ ഡെറിവേറ്റീവ് ശരിയാ കോസ് തീറ്റ. അതൊക്കെ കാണാതെ അറിയണം. ഇനി പ്ലസ് കോസ് തീറ്റൻ്റെ ഡെറിവേറ്റീവ് നോക്കണമല്ലോ, സൈൻ തീറ്റ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
ഫൈൻഡ് എഫ് ഡാഷ് ഓഫ് തീറ്റ അറ്റ് തീറ്റ ഈക്വൽ ടു പൈ ബൈ 2. ഇതല്ലേ എഫ് ഡാഷ് ഓഫ് തീറ്റ. ഇനി തീറ്റയുടെ എന്ത് കൊടുത്താൽ മതി? പൈ ബൈ 2. പൈ ബൈ 2 പറഞ്ഞാൽ 90 ഡിഗ്രി. അപ്പോൾ കോസ് 90 മൈനസ് സൈൻ 90. കോസ് 90 എത്രയാ? 1 അല്ലേ? ശരി. 0. സൈൻ 90 എത്രയാ? 1. അപ്പോൾ 0 മൈനസ് 1 എന്ന് പറഞ്ഞാൽ ആൻസർ മൈനസ്. നോക്കിയേ, ഇത്രയേ ഉള്ളൂ ഡിഫറൻഷിയേഷൻ. പേടിക്കണ്ട, ഇതിന്റെ പുറകിലേക്ക് പോയിട്ട് അതിന്റെ കൺസെപ്റ്റ് വെച്ച് പറഞ്ഞു തരാം. നിങ്ങൾ സംഭവം ഇത്രയും മനസ്സിലായി, നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ തരും, എന്നിട്ട് നമ്മളോട് ചോദിക്കും ഡിഫറൻഷിയേഷൻ കാണാൻ ചോദിക്കും, പിന്നെ എടുത്ത് ചോദിക്കും ഈ പോയിന്റുകളിലൊക്കെ എന്താ അതിന്റെ വാല്യൂ. നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മുടെ ആൻസർ ഒക്കെ എന്നതാണ് 22 -5 -1. എന്നൊക്കെ ഓരോരോ നമ്പറുകളാണ് അല്ലേ? ഇത് ഓർത്തിരുന്നോ? കുറച്ച് ആവശ്യം വരും നമുക്ക്. കണ്ടോ, ഓരോരോ നമ്പറാണ് നമ്മുടെ കിട്ടിയ ആൻസർ. മറ്റേ പെർട്ടിക്കുലർ പോയിന്റ് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കണ്ടോ, 6x + 4 3x² - 8x, അല്ലെങ്കിൽ കണ്ടോ, അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പോയിന്റ് എടുത്ത് ചോദിച്ചാൽ ആൻസർ എന്നാ 22 -5 -1. നമുക്ക് ആവശ്യം വരും കേട്ടോ. ശരി, അപ്പൊ നമ്മൾ എന്നാ ചെയ്യുന്നത് ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? ഡിഫറൻഷിയേഷന്റെ എന്തൊക്കെ ചെയ്യുന്ന, എന്താ ആൻസർ കിട്ടുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാ വന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. പോസ് അടിച്ചു വെച്ചിട്ട് നോട്ട് ചെയ്തെടുക്കും കേട്ടോ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ എക്സ്ട്രാ ചുമ്മാ പറഞ്ഞു നോക്കി എന്താ സംഭവം അല്ല, എങ്ങനെ ഈ നമ്പറൊക്കെ കിട്ടിയത്. സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻജന്റ്. അവിടെ കിട്ടെ ഞാൻ 2 ഗ്രാഫ് വരയ്ക്കാം. y = x². നിങ്ങൾ ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മുടെ 2ാമത്തെ 3ാമത്തെ വീഡിയോക്കകത്ത്. വേറെ ഗ്രാഫാണ്. y = x³ ഗ്രാഫ് കേട്ടോ. ബേസിക് കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടി 1 2 3 4 5 6 7 8 9 2 3 4 5 6 7 8 9 2 4 6 8 10 12 എക്സ് ഒന്ന് കൊടുത്താലോ? ഗ്രാഫ് വരയ്ക്കാറില്ലേ? ഒരു ഫംഗ്ഷൻ കിട്ടി ഗ്രാഫ് വരയ്ക്കാറില്ല. എക്സും വൈയും മാർക്ക് ചെയ്യാം. എക്സ് ഒന്ന് കൊടുത്തേ, വൈ എന്ത് കിട്ടും? 1 തന്നെ. ഇപ്പൊ 1 ന് 1. 2 കൊടുത്താലോ? 2² 4 വരും. 2 കൊടുത്താൽ എത്ര വരും? 4. 3² 9 വരും അല്ലേ? 4² 16 ഇവിടെ വരും. അപ്പൊ അതിന്റെ ഗ്രാഫ് ഇങ്ങനെ. വയസ്സിലെ x³ നിങ്ങളൊന്ന് വരച്ചു നോക്കി. ഞാൻ ചുമ്മാ വരയ്ക്കുന്ന പോലെ സമയം നമുക്ക് നെറ്റ് ഓഫർ പെട്ടെന്ന് തീർന്നു പോകില്ലേ, അതുകൊണ്ട് എൻ്റെ ഒരു ഇവിടെ 3 9 എടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഗ്രാഫ് ഇതാ ഇങ്ങനെ ഒന്ന് വിചാരിച്ചു. ഇതിനെക്കാളും മര്യാദയ്ക്ക് വരച്ചാൽ, ഒരേ ഗ്രാഫുകൾ വരച്ചാൽ ഇവൻ ഇങ്ങനെയും കാണാം, മറ്റവൻ കുറച്ചുകൂടി ഇങ്ങോട്ടും കാണാം, സ്റ്റീപ്പായിട്ട്. നമുക്കതിന് ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കാര്യമെന്ന് അറിഞ്ഞാൽ മതി. ഇത് നോക്കുമ്പോൾ നമ്മൾ എന്താ ശരിക്കും കുറച്ച് മുമ്പേ കാണും. ഇപ്പം ഇതിൻ്റെ ആൻസർ നോക്കും. y = x² എന്നുള്ള ഗ്രാഫ്, നമ്മൾ ഈ ഗ്രാഫ് ഒന്നും നമുക്ക് തന്നിട്ടില്ല, നമ്മൾ ചോദിച്ചേക്കാണ് y = x² ആണ് ഇതിന്റെ ഡിഫറൻഷിയേഷൻ കാണാൻ. അപ്പൊ നമ്മളിങ്ങനെ ഗ്രാഫ് നൽകില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതും. y = x² ആണ്, dy/dx ആണ് കാണേണ്ടത് 2x. എനിക്കറിയാം എൻ്റെ ഇക്വേഷൻ ഉണ്ടോ എൻ്റെ ഞാൻ അത് വെച്ച് നോക്കൂ. ആൻസർ 2x. നമ്മൾ ചോദിച്ചേക്കുന്നത് dy/dx അറ്റ് ഇവിടെ ചോദിച്ചേക്കാണ് x = 2 വരും. എത്രയാണ്? അപ്പോൾ ഞാനിവിടെ ഡിഫറൻഷിയേഷൻ അല്ലേ, അതിൻ്റെ അവിടെ ഞാൻ 2 ഇട്ട് കൊടുത്തു. 2 × 2 എനിക്ക് എന്ത് കിട്ടി? 4 കിട്ടി. ഓക്കെ, ഇനി dy/dx അറ്റ് x = 3 വെച്ചിട്ടുണ്ടെങ്കിലോ 2 × 3 എത്രയാ? 6. എന്താ സംഭവം? നമുക്കറിയാം ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ് ആണല്ലോ. അപ്പോൾ ഈ 2ാമത്തെ പോയിന്റ് അല്ലെങ്കിൽ 3ാമത്തെ പോയിന്റിലെ സ്ലോപ്പ് ആണ് ഈ ഡിഫറൻഷിയേഷൻ അല്ലേ? നോക്കിയാൽ മക്കളെ, ഈ 2ാമത്തെ പോയിന്റ് എവിടെയാണ്?
ഇതല്ലേ? നമ്മൾ നേരെ ഈ മുകളിലേക്ക് നോക്കി, നേരെ നമുക്ക് വളഞ്ഞു. ഇവിടുത്തെ സ്ലോപ്പാണ് ഈ വാല്യൂ എന്ന് പറയണേ, ആണോ? അതായിരിക്കും സ്ലോപ്പ്. ഇത് കർവല്ലേ? കർവാണെങ്കിൽ സ്ലോപ്പ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ടാൻജന്റ് വരണം. അപ്പോൾ ഈ ടാൻജന്റ് ഇച്ചിരി മാറി, ടാൻജന്റ് കേട്ടോ, കാര്യം മനസ്സിലായി പറയാം. ഞങ്ങൾ വരച്ചു. ഈ ടാൻജന്റ് ഉണ്ടാക്കിയ ഒരു ആംഗിൾ ഉണ്ടാവും കേട്ടോ. ഞാൻ തീറ്റ എന്ന് വെച്ചു. ഈ തീറ്റേൻ്റെ ടാൻ തീറ്റ കണ്ടുപിടിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? കിട്ടും. കിട്ടും. അടുത്തത് മൂന്നാമത്തെ ഈ പോയിന്റ്. ഈ പോയിന്റിന്റെ തീറ്റ വിചാരിച്ചത് ഇത് തീറ്റ 1 കൊടുക്കുന്നത്, അത് തീറ്റ 2, രണ്ട് വെവ്വേറെ ഇലക്കാണ് ഒരുത്തൻ ഇങ്ങനെ ഒരുത്തൻ ചെരിഞ്ഞ് വയ്ക്കുന്നത്. അപ്പോൾ ഇവന് ഇതിനേക്കാൾ കുറച്ച് വലിയ വാല്യൂ കിട്ടും, സെയിം ആയിരിക്കില്ല. അപ്പോൾ തീറ്റ 1 തീറ്റ 2 കൊടുക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ തീറ്റ 2ന്റെ ടാൻ തീറ്റ 2 കണ്ടുപിടിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ഇതെത്ര കിട്ടുമായിരുന്നു? 4 കിട്ടുമായിരുന്നു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു ഏകദേശം 80, 85, 84 ഡിഗ്രി ഒക്കെ അല്ലേ? നിങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ, ഒരു ക്വാറന്റൈൻ സെന്റർ ഇവിടെ കാൽക്കുലേറ്റർ ഒന്നുമില്ല. അപ്പം നോക്കിയോ, എടുത്ത് നോക്കിയാൽ ഏകദേശം ഒരു 84, 83 അങ്ങനെങ്ങാണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ ടാൻ 83 നോക്കട്ടെ, ഒരു ടാനിന് 80.5 ഒക്കെ സമയത്ത് നോക്കിയോ. ഈ ഒരു ആംഗിൾ അറിയോ? ഏകദേശം തീറ്റ 2 എന്ന് പറയുന്നത് ഏകദേശം ഒരു 80.5, 80.4 ഏതായിട്ടാണ്. ഒരു പോയിന്റ് 0 മാറിയാൽ പോലും തന്നെ നമുക്ക് ടാൻ തീറ്റയുടെ വാല്യൂ മാറും. നിങ്ങൾ വേണമെങ്കിൽ ഇട്ട് കളിച്ചു നോക്കും. എൻ്റെ കാൽക്കുലേറ്ററിലെ അതിൽ ടാൻ 80.5, 80.56, 80.57 വാല്യൂ ഒത്തിരി മാറുന്ന കാണാം. ഏകദേശം ഒരു 80.5 ഒക്കെയാണ്. ഇപ്പം ടാൻ 80.5 കണ്ടുപിടിച്ചാൽ ഏകദേശം ഒരു 6, 7, 5.9 അങ്ങനെ ആ റേഞ്ച് കിട്ടും കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ആ പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പാണ് നമ്മുടെ ആൻസർ. ഇവിടെ നോക്കൂ, y = x3. നമ്മൾ ചോദിച്ചേക്കാണ് ഒരു x = 2 കേട്ടോ. ഈ 2-ലെ പോയിന്റ്, ഈ പോയിന്റിലെ ഡിഫറൻഷിയേഷനെ കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേഷൻ കാണാൻ വേണ്ടി നമ്മൾ എന്നാ ചെയ്യുന്നത്? നമ്മൾ ഗ്രാഫ് വരച്ചു, y മാർക്ക് ചെയ്തു, x മാർക്ക് ചെയ്തു, മുഴുവൻ വരച്ചു. എന്നിട്ട് ആ പോയിന്റിൽ ഞാൻ നേരെ മുകളിലേക്ക് ഒരു വര വരച്ചു. എന്നിട്ട് ടാൻജന്റ് വരച്ചു, ഈ ആംഗിൾ മാർക്ക് ചെയ്തു തീറ്റ. എന്നിട്ട് ഞാൻ ടാൻ തീറ്റ അളന്നു. എനിക്ക് ഏകദേശം എത്ര 82, 85.3 ഏകദേശം അത്ര റേഞ്ച് കണ്ട കിട്ടാം കേട്ടോ. ടാൻ തീറ്റ = ടാൻ 85.3. ഞാൻ ചുമ്മാ കുറച്ച് ആംഗിൾ കേട്ട് എടുത്താൽ 85.3 എത്ര കിട്ടുമെന്ന് അറിയോ? ഞാൻ പറയാം. ഇത് വരച്ച് കയറാൻ നമുക്ക് എങ്ങനെ കാണുമായിരുന്നു? y = x³ ആണ്. എൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഉള്ളത് കൊണ്ട് ഞാൻ y' ഞാൻ കണ്ടുപിടിച്ചു 3 × x 3 - 1. അപ്പം എത്ര കിട്ടി? 3x² ഞാൻ എഴുതി. എന്തിൻ്റെ അറിയാം? എൻ്റെ ഇക്വേഷൻ അറിയാതെ. ഇനി ഇവിടെ ചോദിച്ചേക്കാണ് y' x = 2 ചോദിച്ചേക്കുന്നത്. x = 2 എത്രയാണ്? അപ്പം എൻ്റെ ആൻസർ എന്നാ വരും? 3 × 2 എക്സിന് പകരം 2 കൊടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ. 3 × 2² എത്ര? 4 അല്ലേ? പിന്നെ ആൻസർ എന്ത് കിട്ടും? 12. നോക്കിയേ, ടാൻ 85.3 ഏകദേശം ഒരു 12 ആയിരിക്കും. കൃത്യമായിട്ട് ആംഗിൾ അളന്നാൽ നിങ്ങൾക്ക് അത് 12 കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നിട്ട് നിങ്ങളുടെ ഡെറിവേറ്റീവ് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഇത്രയാണ്. പിന്നെ പറയുക, ആ പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പ് ഒരു നമ്പറാണ് കണ്ടോ. ടാൻ തീറ്റ എന്ന് പറഞ്ഞതിന്റെ ആൻസർ ഒരു നമ്പറാണ്. അത് നെഗറ്റീവ് ആകാം, അല്ലെ പോസിറ്റീവ് ആകാം. നെഗറ്റീവ് ആകാൻ സംശയം ഉണ്ടോ നോക്കൂ. നമ്മൾ കുറച്ച് പേര് കണക്ക് ചെയ്ത് കിട്ടിയില്ല നെഗറ്റീവ്. പിന്നെ അത് മായ്ക്കുവാണേ, പോസ് അടിച്ചിട്ട് വേണമെങ്കിൽ നോട്ട് ചെയ്തെടുത്തോ. അപ്പോൾ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഒരു നമ്പറാണ്. ഓക്കെ, അത്രയും മതി. x³ + 3x² -
5x ചോദിച്ചേക്കാണ് ഫൈൻഡ് y dash of x at x is equal to 1. ഇതാണ് y of x. ശരി, ഞാനപ്പോൾ y dash of x കാണുക. എൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ നമുക്ക് കുറച്ച് എഴുതാം കേട്ടോ, ജനറൽ ഇക്വേഷൻ ഒക്കെ. എക്സ് ക്യൂബിൻ്റെ 3x² ആൻസർ കിട്ടി, പ്ലസ് 3x² 6x കിട്ടി, -5x ആണ്, ഒരു 10x ആണ്. -10x -10 ആണ് നമ്മുടെ ചോദിച്ചേക്കുന്നത്. at x equal to 1 ൽ y dash of x at x is equal to 1 ൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 കൊടുക്കുക. 3 × 1 സ്ക്വയർ 3 അല്ലേ, പ്ലസ് 6 × 1 6 അല്ലേ, 10 കൊടുക്കണ്ടാണ്, -10 3 6 9 9 -10 അറിയാം, -1 ഒരു മൈനസ് വാല്യൂ കിട്ടിയില്ലേ, അത്രേ ഉള്ളൂ. ഇനി അവിടെ 9x ആയിരുന്നല്ലോ, ആൻസർ എത്ര കിട്ടും, 0 കിട്ടും. അപ്പോൾ ഡിഫറൻഷിയേഷൻ്റെ ഫണ്ടമെന്റൽ കൺസെപ്റ്റുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പം ഞാനിവിടെ ഓരോ എക്സ് ക്യൂബും 4x 5x ഒക്കെ എഴുതിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഡിഫറൻഷിയേഷൻ കാണാൻ നേരത്തിൽ ഞാൻ കുറേ വാല്യൂസ് അങ്ങനെ എഴുതുകയല്ല ചെയ്തേ, എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ കുറച്ച് ഫണ്ടമെന്റൽ ഇക്വേഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഓരോന്നിൻ്റെയും ഫണ്ടമെന്റൽ ഇക്വേഷൻസ് എഴുതാം. നോക്കി, ഞാൻ കുറച്ച് ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. dy/dx of c equal to 0, dy/dx, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉഴപ്പി ഈ dy/dx എഴുതുന്നതിന് പകരം എന്ത് എഴുതിയാൽ മതി, y dash എഴുതിയാൽ മതി, അല്ലെങ്കിൽ f dash എന്ത് എഴുതിയാൽ മതി കേട്ടോ. f dash എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇനി ഇവിടെ തന്നെ ഇനി y dash എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇനി y ഡബിൾ ഡാഷ് എന്നുണ്ടെങ്കിലോ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയും. നമ്മൾ ആദ്യത്തെ ഡെറിവേറ്റീവ് കണ്ടതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അപ്പം നമുക്ക് എന്ത് വരും, y ഡബിൾ ഡാഷ് എന്ന് വരും. അത്രേ ഉള്ളൂ ആ സാധനം. നോക്കിയോ, നമുക്ക് ഓരോന്നും പഠിക്കാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഈ മൂന്നാമത്തെ നമുക്ക് ഈ നമ്മുടെ ഫിസിക്സിനകത്തൊന്നും അധികം വരില്ല, ബാക്കിയുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുകയാണ്, ഇഫ് y is equal to 3x² + 7, നമ്മൾ ചോദിച്ചേക്കാണ് y dash of x. 3x² എനിക്കറിയാം 6x ആണ്, പ്ലസ് 7 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്, എല്ലാ നമ്പറുകളും കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ഡിഫറൻഷിയേഷൻ എന്നറിയോ, 0. അതാണ് എഴുതിയിരിക്കുന്നത്. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് 0. ഇനി ഇതിന്റെ സ്ഥാനത്ത് വല്ല a എന്നോ അല്ലെങ്കിൽ ഇവിടെ x അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു z എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വേറെ എന്താ പറയാ, എന്തൊരു അക്ഷരോ എന്തെങ്കിലും ഒരു സൈൻ തീറ്റ എന്ന് വന്നാൽ കൂടെ ഇതെന്നതാ, വേരിയബിൾ എന്നതാ, വേരിയബിൾ. അതിന് നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കണം. y അതിന്റെ ബ്രാക്കറ്റിൽ ഉണ്ടാവും, y of x is equal to എന്ന് പറഞ്ഞില്ല ഗ്രാഫ്. ഈ ഫംഗ്ഷൻ x മാറുന്നതനുസരിച്ചാണ് ഇവിടെ ഈ ഫംഗ്ഷൻ മാറുന്നത്. ഈവൻ തീറ്റ എന്തായാലും ആയിക്കോട്ടെ, ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്, സൈൻ തീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഡിഫറൻഷിയേഷൻ ഇതിനകത്ത് ഈ ഫംഗ്ഷനകത്ത് കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തിട്ട് 0 ആക്കി എഴുതും കേട്ടോ. അപ്പോൾ അതിന്റെ ആൻസർ എന്ത് വരും, 6x എന്ന് മാത്രമായിട്ട് വരും കേട്ടല്ലോ. അതാണ് ഈ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 എന്ന് പറയാനുള്ള കാരണം. ഇനി ഇതിന്റെ പുറകിലുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഗ്രാഫിന്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചാലും എക്സ് വൈ ഗ്രാഫിനകത്ത് y equal to 6 എന്ന് പറഞ്ഞ ഗ്രാഫ്, y equal to 6 എന്ന് പറഞ്ഞ ഗ്രാഫ്. ഇതിന്റെ അർത്ഥം എന്നാ, എക്സ് ഞാൻ ഏത് പോയിന്റ് എടുത്താലും y എന്നതാ 6 തന്നെ. ഇപ്പൊ 2 4 6 ഇങ്ങനെയാ മാർക്ക് ചെയ്യുക കേട്ടോ, 2 4 6. ഏത് പോയിന്റ് എടുത്താലും 6 ആണ്. 1 എടുത്താലും 6, 2 എടുത്താലും 6, 3 എടുത്താലും, അപ്പൊ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരും. ഇതാണ് y equal to 6 എന്ന് പറഞ്ഞ ഗ്രാഫ്. ഈ ലൈനിന്റെ നിങ്ങൾ എവിടെ ടാൻ തീറ്റ നോക്കിയാൽ, തീറ്റ എന്നതാ, തീറ്റ നമ്മുടെ എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ അല്ലേ. കുറച്ച് നമ്മൾ പഠിച്ചില്ലായിരുന്നു, ഓരോ കർവും നോക്കി ആ പോയിന്റിലെ ടാൻജന്റ് എക്സ് ആക്സിസ് ആക്കി ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ഇവിടെ നോക്കി എത്ര ആംഗിൾ, 0. അപ്പൊ എവിടെയും ആംഗിൾ എന്നതാ 0യാ, ടാൻ 0 എന്നതാ 0. ഇനി y equal to 3 ഇതല്ലേ 3, ഏത് പോയിന്റിലും എക്സ് ഏതെടുത്താലും 3 എന്നർത്ഥം. സ്ട്രെയിറ്റ് ലൈൻ. y is equal to a എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, ഒരു സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ നമുക്ക് ഈ കോൺസ്റ്റന്റുകളുടെ ഒക്കെ ഡിഫറൻഷിയേഷൻ 0 ആണ്.
കേട്ടോ. ഓക്കെ, ഈ രണ്ടാമത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഇക്വേഷനാണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ y is equal to x square, y dash of x is equal to n into x raised to n minus 1. n എന്ന ഇതിന്റെ മുകളിൽ കിടക്കുന്നു അല്ലേ, എക്സിന്റെ മുകളിൽ കിടക്കുന്നു. അപ്പോൾ n into x raised to n minus 1 to x. Y is equal to x cube, y dash of x is equal to n into x raised to n minus 1 3x square. കേട്ടല്ലോ. ഇനി ഇതിന്റെ ഇപ്പൊ തന്നെ പറയാം. നോക്കി നമ്മൾ ചോദിച്ചേക്കാണ് y is equal to 6x square. കേട്ടോ, ഞാൻ ഈ ഇക്വേഷൻ ഇപ്പൊ തന്നെ പറയുവാന്നേ ഉള്ളൂ. ഏറ്റവും അടി കിടക്കുന്ന ഇക്വേഷൻ എന്നാന്നറിയോ, y is equal to k into x raised to n is equal to k into n x raised to n minus. അതായത് ഈ k നെ പുറത്തേക്ക് എടുക്കാം എന്നർത്ഥം, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം തന്നെ. അപ്പൊ 6x സ്ക്വയർ ആണെങ്കിൽ 6 കോൺസ്റ്റന്റ് അല്ലേ, കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുക്കാം. 6 x സ്ക്വയറിനോ n into x raised to n minus 1. 6 into 2 എത്രയാണ് 12. x raised to 2 minus 1 എന്നതാ x raised to 1 എഴുതണ്ട. y is equal to 1000 x raised to 5. y dash of x is equal to 1000 കോൺസ്റ്റന്റ് അല്ലേ, പുറത്തേക്ക് എടുക്കാം. into x raised to 5 നെ n into x raised to 5 minus 1 5000. 5000 5000 x raised to 5 minus 1 4. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ ആ സംഭവം. ഇനി ഇതിനകത്ത് തന്നെ ഞാൻ ഒരെണ്ണം കൂടി പഠിപ്പിക്കാം കേട്ടോ. അതായത് നമ്മൾ ചോദിച്ചേക്കാണ് y is equal to ആൾജിബ്രായിക് ഓപ്പറേഷൻ y is equal to x square plus x cube ഒരുമിച്ച് വന്നാലോ, അങ്ങനെയാണെങ്കിൽ y dash of x എന്താകുമെന്ന് ചോദിച്ചേക്കുന്നത്. ഒന്നുമില്ല, ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുക, ഡിഫറൻഷിയേഷൻ കാണാം, കൂട്ടുക. y dash of x square plus x cube എന്ന് പറഞ്ഞാൽ y dash of x square plus y dash of x cube. ഇതിന്റെ കാണും 2x അല്ലേ, പ്ലസ് x cube എന്താ 3x square. കഴിഞ്ഞു, ഇത്ര കൂട്ടാൻ പറ്റില്ല. ഇനി നമ്മൾ ചോദിച്ചേക്കാണ് y is equal to sin x plus cos x, y dash of x. അയ്യോ, sin x അറിയത്തില്ലോ. sin x ന്റെ ഡെറിവേറ്റീവ് ആണ് cos x. cos x ന്റെ ഡെറിവേറ്റീവ് ആണ് sin x. വെറും sin x അല്ല, മൈനസ് sin x. ഇത് ഓർത്തിരിക്കണം കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് cos x മൈനസ് sin x ആണ്. sin x ന്റെ ആണല്ലോ വെറും cos x. cos x പ്ലസ് cos x ന്റെ എന്താ മൈനസ് sin x. പിന്നെ ആൻസർ എന്നാ വരും, cos x മൈനസ് sin x. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഇവിടെ ചോദിച്ചേക്കാണ് y is equal to 3x square plus sin x, y dash of x is equal to 6x plus cos x. സിമ്പിൾ. ഇത്രയും മനസ്സിലായോ? കൂട്ടാൻ ഒരുമിച്ച് വന്നാൽ ഓരോന്നോന്നിട്ട് കൂട്ടിയാൽ മതി, മറ്റേതിൻ്റെ ഓരോന്നിൻ്റെ ഇക്വേഷൻസ് പഠിക്കാം. സൈനിന്റെ കോസ്, കോസിന്റെ മൈനസ് സൈൻ എക്സ്, ടാൻ എക്സിന്റെ സീക്ക് സ്ക്വയർ എക്സ്, കൊസീക്ക് എക്സിന്റെ മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. കൊസീക്കും കോട്ടും ഒക്കെ നമ്മൾ +1 ആദ്യത്തെ എഴുതുന്നതായിരിക്കും അല്ലേ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ എടുത്തിരുന്നു. എന്നാ നമുക്ക് സീക്ക് എക്സ് ടാൻ എക്സ്, കോട്ട് എക്സ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. ഇതൊക്കെ ശരിയാണോ കൺഫേം ചെയ്യണം കേട്ടോ, ഞാൻ അവിടെ നോക്കിയത്. കെ എക്സ് റേസ് ടു കെ ഇൻറ്റു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 പറഞ്ഞു കഴിഞ്ഞു. പിന്നെ x സ്ക്വയർ പ്ലസ് x ക്യൂബ് ഓരോന്നെടുത്തിട്ട് കൂട്ടിയാൽ മതി. ഇവിടെ താഴേക്കുള്ളത് കഴിഞ്ഞു. നമുക്കുള്ളത് ഈ മൂന്നെണ്ണേ ഉള്ളൂ. ഇത് രണ്ടും ഒന്ന് തന്നെ. ഡെറിവേറ്റീവ് ഓഫ് എന്തെങ്കിലും റേസ് ടു എക്സ്, എന്തെങ്കിലും ഉള്ളതാണ് എ.
നോക്കിക്കോ, ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ പറയുന്നത് എ റേസ് ടു എക്സ് ഇൻറ്റു നാച്ചുറൽ ലോഗരിതം എ. ഈ നാച്ചുറൽ ലോഗരിതത്തിന് പകരം ഇങ്ങനെ എഴുതാം, എ റേസ് ടു എക്സ് ലോഗ് ബേസ് ഇ എ. നോക്കിക്കോ, സംഭവം എന്താ വെച്ചാൽ നമ്മൾ വെച്ചേക്കാണ് y is equal to 6 raised to x. Find y dash of x. Y dash of x is equal to നമുക്കൊരു ഇക്വേഷൻ ആണ് 6 raised to x a raised to x തന്നെ പിന്നെ ലോഗരിതം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നാച്ചുറൽ ലോഗരിതം ഓഫ് 6 ടൈം ഇത്രേ ഉള്ളൂ. ലോഗരിതം ടേബിൾ നമ്മുടെ കയ്യിൽ അത് നോക്കിയിട്ട് ലോഗരിതം x ന്റെ വാല്യൂ കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, സിമ്പിൾ. അടുത്ത നമ്പർ ആണ് y is equal to e raised to x. കേട്ടോ, ഇവിടെ 6നും 7നും 8നും ഒക്കെ പകരം ഞാൻ ഇത് ഒരു സ്പെഷ്യൽ നമ്പർ എഴുതിയേക്കുക, ഇ റേസ് ടു എക്സ്. ഈ എന്നാ സാധനം നമ്മുടെ യൂളറിയൻ നമ്പർ അല്ലെങ്കിൽ നേപ്പിയേഴ്സ് കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞൊരു വാല്യൂ, അത് ഒരു 2.71 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ. നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ കാൽക്കുലേറ്ററിൽ എന്ത് കൊടുത്താൽ മതി, ലോഗ് നമ്മൾ ഷിഫ്റ്റ് ഇ കണ്ടോ, കാൽക്കുലേറ്ററിൽ കണ്ടോ ഇ എന്ന് പറഞ്ഞ വാല്യൂ, ആ ഷിഫ്റ്റ് ഇ അടിച്ചിട്ട് എൻ്റർ അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഈ വാല്യൂ കിട്ടത്തില്ല, 2.71 അങ്ങനത്തെ ഒരു വാല്യൂ ആണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ എന്താ ഒരു സ്പെഷ്യാലിറ്റി എന്ന്. y dash of x is equal to ഇക്വേഷൻ a raised to x log a എന്നാ അല്ലേ. ഇവിടെ എക്ക് പകരം എന്നതാ ഇ ആണ്. അപ്പം ഞാൻ e raised to x log e എന്ന് കൊടുത്തു. അപ്പം എന്നാ വരും, ലോഗ് ഇ എത്രയാ, നമ്മളെ ലോഗരിതം ടേബിൾ നോക്കി 1 ആയിരിക്കും. അപ്പം എന്നാ കിട്ടി, y is equal to e raised to x ആണ്, y dash x ഉം e raised to x ആണ്, e raised to x ആണ്. ഇതാണ് ഈ ഒരു നമ്പറിന്റെ പ്രത്യേകത. ബാക്കി അതിനെ കണ്ടോ, 6 ഇട്ട് കൊടുത്തപ്പോൾ 6 raised to x ഇൻറ്റു ലോഗരിതം ഓഫ് 6. ഇങ്ങനെ ഒരു 8 കൊടുക്കുന്നെങ്കിലോ y ഓഫ് x is equal to 8 raised to x. y dash of x എന്നാ വരും 8 raised to x ലോഗ് ബേസ് ഈ 8. ലോഗിൻ്റെ 8 നോക്കിയേ എത്രയാണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ, വേറെ ഏതാ നമ്പർ കിട്ടി, അതേ ഇൻറ്റു 8 raised to x. പക്ഷെ ഈ ഒരു നമ്പറിന് മാത്രം ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവും ഒരേ കാര്യമാണ്, e raised to x, e raised to x. അതാണ് ഈ ഒരു വാല്യൂ, ഈ ഒരു നമ്പറിന്റെ സ്പെഷ്യാലിറ്റി. കേട്ടോ, ഈ നമ്പറിന്റെ പേര് യൂളറിയൻ നമ്പർ, യൂളർ നമ്പർ, നേപ്പിയേഴ്സ് കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞുള്ള വാല്യൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത്രയും കാര്യം പഠിച്ചിരുന്നു. അപ്പൊ നോക്കി ഇത് കാണാൻ പഠിക്കണം കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് e raised to x എന്നതാ e raised to x തന്നെ. ഇത് എവിടെ നിന്നാ വന്നേ, ഡെറിവേറ്റീവ് ഓഫ് ഏതെങ്കിലും നമ്പർ റേസ് ടു എക്സ് ഈക്വൽ ടു എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ, ഇത് നാച്ചുറൽ ലോഗരിതം. ഇനി വേറെ സാധനമുണ്ട്, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് സിമ്പിൾ 1/x കേട്ടോ. അതിന് വേറെ പഠിക്കാനൊന്നുമില്ല. ലോഗരിതത്തിന്റെ എക്സ് എന്നതാ, ലോഗ് എക്സ് ആണെങ്കിൽ എന്നാ വരും 1/x എന്ന് വരും, അത്രേ ഉള്ളൂ. നമ്മൾ ആൾജിബ്രായിക് ഓപ്പറേഷൻ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു റൂളാണ്. ഇപ്പൊ നോക്കി ഇവിടെ വെച്ചിട്ടാണ് y is equal to 6x cube plus x sin x. 6x cube കാണണം എന്ന ഡിഫറൻഷിയേഷൻ കാണണം. ഓക്കെ, 6x ക്യൂബിന്റെ എന്നാ 6 പുറത്തേക്ക് എടുക്കാൻ കോൺസ്റ്റന്റ് ആണ്. x ക്യൂബിന്റെ എന്നാ n into x raised to n minus 1, n into x raised to n minus 1 എന്ന് പറയുന്ന 3 minus 1 ഇത്രയേ ഉള്ളൂ. പ്ലസ് എക്സ് സൈൻ, അയ്യോ ഇവിടെ ഒരു പ്രശ്നമാണ് അറിയോ, എക്സ് ഇൻറ്റു സൈൻ എക്സ് രണ്ടും വേരിയബിളാ, എക്സും സൈൻ എക്സും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റൂളാണ് യു വി മെത്തേഡ്. ഇപ്പൊ നമുക്ക് ഇനി എന്നതാ യു വി മെത്തേഡ് എന്ന് പഠിക്കാം കേട്ടല്ലോ. അതായത് എവിടെയെങ്കിലും രണ്ടെണ്ണം പ്രൊഡക്റ്റ് വന്നാൽ, അപ്പൊ ഇതിന് പകരം വേറൊരു ഇത് ശരിക്കും ഹെഡിങ് എഴുതിയോ, പ്രോഡക്റ്റ് റൂൾ, ഗുണന നിയമം, ഇതേപോലെ ഹരണ നിയമം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതെല്ലാം പഠിക്കാം, പ്രൊഡക്റ്റ് റൂൾ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് റൂൾ. അതായത് ഒരു y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു രണ്ട് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കാം, യു ഓഫ് എക്സിന്റെയും വി ഓഫ് എക്സിന്റെയും. ഈ ബ്രാക്കറ്റിൽ ഈ എക്സ് ഇല്ല, അത് ഒഴിവാക്കണം കുറച്ച് കേട്ടെ. അതായത് ഇപ്പോൾ y ഈസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ്
നമുക്ക് sin x ന്റെ മാത്രമാണ് അറിയാം എന്നതാ cos x. x ന്റെ മാത്രമാണ് അറിയാം എന്നതായിരിക്കും x raised to n ന്റെ എന്നതാ n into x raised to n minus 1 ഡിഫറൻഷിയേഷൻ മറന്നു. ഇനി എങ്ങനെയാണെങ്കിൽ x ന്റെ എന്തായിരിക്കും x raised to 1 അല്ലേ x എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1 into x raised to 1 minus 1 x raised to 1 minus 1 എന്ന് പറഞ്ഞാൽ എന്താ 1 into x raised to 0. x raised to എന്ത് നമ്പർ ആണെങ്കിലും വേണ്ടില്ല, എന്ത് അക്ഷരമാണെങ്കിലും വേണ്ടില്ല, അതിന്റെ മുകളിൽ 0 വന്നാൽ എത്രയാ 1. 1 into 1 1 into 1 1. അപ്പോൾ x ന്റെ എന്താ 1 ഒറ്റയ്ക്കായിരുന്നില്ല. ഇത് പ്രൊഡക്റ്റാ വന്നത് ഒരു ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഇവനെ എന്തെടുക്കാം u of x എന്ന് എടുക്കാം കേട്ടോ. ഇവനെ എന്തെടുക്കാം v of x, എക്സിലുള്ള വേറൊരു ഫംഗ്ഷൻ, എക്സിലുള്ള ഒരു ഫംഗ്ഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മുകളിലത്തെ ഇക്വേഷൻ വെച്ചിട്ട് നോക്കിയേ, അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷിയേഷൻ ഇസ് ഈക്വൽ ടു u of x into derivative of v of x plus v of x into derivative of u of x. അതായത് ഈ ബ്രാക്കറ്റിലേക്ക് മാറ്റുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഈ സാധനം പ്ലസ് വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഈ സാധനം. അപ്പൊ നോക്കിയോ, യു ഇൻറ്റു യു ആരാ ഇവനല്ലേ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ വിന്റെ ഡെറിവേറ്റീവ്, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്നതാ കോസ് എക്സ്, ഇടയ്ക്കുള്ള ഈ സൈൻ പ്ലസ്. ഇനി വി ഇൻറ്റു വി ആരാ സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്നതാ 1. നമ്മൾ കുറച്ച് നോക്കാൻ വെച്ചില്ലേ. അപ്പോൾ എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്, ഇതാണ് ഇതിന്റെ ഡിഫറൻഷിയേഷൻ. ഇനി വേറെ ഫംഗ്ഷൻ നമുക്ക് എടുക്കാം. y is equal to y of x is equal to x square log x. ഇതിന്റെ ഡിഫറൻഷിയേഷൻ കാണാം. y dash x is equal to എന്നാ റൂൾ എന്താ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1/x പ്ലസ് പ്ലസ് ഇനി സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ബി ഇൻറ്റു ഇതിലെ സെക്കൻഡ് ഫംഗ്ഷൻ ആരാ ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണും n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1, n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ 2x റേസ് ടു 1 അതിനതാ 2x തന്നെ. അപ്പോൾ നമുക്ക് അവനെ ഇട്ട് കൊടുക്കാം 2x. ഇപ്പോൾ എന്ത് വരും എക്സ് സ്ക്വയർ കൊണ്ട് എക്സ് ഉണ്ട് 10. അപ്പോൾ എക്സ് പ്ലസ് 2x ഇൻറ്റു ലോഗ് എക്സ്. അങ്ങനെ ഇപ്പുറത്ത് എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ കിട്ടിയോ? ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് റൂൾ കേട്ടോ. ഇത് എളുപ്പമാണ്. പ്രശ്നം വരുന്ന എവിടെയെന്നറിയോ ഇവിടെ. ഇതാണ് ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കിയോ y is equal to sin x by x. ഇതെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? ഒരെണ്ണം മാത്രമാണ് അറിയാവുന്ന cos x, x മാത്രമാണ് 1. ഇവനെ എങ്ങനെ ചെയ്യുന്ന വെച്ചാല് അതിന് റൂൾ ഉണ്ട്. ഇത് വലിയ റൂളാ, മാത്രമല്ല ഇടയ്ക്ക് ഒരു സൈൻ മൈനസ് ആ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഇവനെ നമ്മൾ ആദ്യം പറഞ്ഞ ഇവനെ എടുത്ത് രണ്ടാമത് പറഞ്ഞാൽ തെറ്റിപ്പോകും. ഇവിടെ അങ്ങനെ ഇല്ലായിരുന്നു. ഇവിടെ ഇവൻ ആദ്യം പറഞ്ഞാലും ഇവൻ രണ്ടാമത് പറഞ്ഞാലും ഇടയ്ക്ക് പ്ലസ് ആ, പക്ഷെ ഇവിടെ ഇടയ്ക്ക് മൈനസ്. അതുകൊണ്ട് ഇത് നല്ല വൃത്തിയായി പഠിച്ചു വെക്കണം കേട്ടോ. v of x into derivative of first function minus u of x into അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ into derivative of second function divided by ഇവിടെ ഒരു ഡിവൈഡ് ബൈ ഉണ്ട്. അതെ ഡിവൈഡ് ബൈ എന്നതാ v സ്ക്വയർ.
ഈ വക സാധനങ്ങളൊക്കെ ടെക്നിക്കലായിട്ട് ഓർത്ത് വെക്കുക. അപ്പം നോക്കിയാൽ മക്കളെ, നോക്കി ഈ സാധനം പഠിക്കാനായിട്ട് യു ഈ ഡി വി ബൈ ഡി എക്സിനെ യു വി ഡാഷ് എന്ന് വേണം വിളിച്ചു. യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ്, തീർന്നു. ഇത് ഇത്രയേ ഉള്ളൂ. ഇത് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഈ ബ്രാക്കറ്റിലെ എക്സും വൈയൊക്കെ എടുത്ത് കളാം. നമുക്ക് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചിരുന്നു എങ്ങനെയാണ് ഡി യു ഇതൊക്കെ എടുത്ത് കളാം. സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് കേട്ടോ. ഇത് നേരെ തിരിച്ചു ഡിവൈഡ് ബൈ ബി സ്ക്വയർ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല നല്ല ഓർമ്മ വന്നോളൂ. ശരി, നമുക്ക് ചെയ്ത് നോക്കാം. വൈ ഡാഷ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ അടി കിടക്കുന്നവനാണ്. അപ്പോൾ അടി കിടക്കുന്ന എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഇപ്പോൾ മുകളിൽ കിടക്കുന്നവനാണ് യു, അതിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്നതാ കോസ് എക്സ് മൈനസ് യു ഇൻറ്റു ഫസ്റ്റ് ആരാ സൈൻ എക്സ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മുകളിൽ, യു എന്ന് പറഞ്ഞാൽ ഇവൻ, സൈൻ എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഡി വി ബൈ ഡി എക്സ്. വി ആരാ എക്സ് അല്ലേ, അതിൻ്റെ ഡെറിവേറ്റീവ് എന്നതാ 1 അല്ലേ, നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചില്ലേ. ഹോൾ ഡിവൈഡ് ബൈ വി സ്ക്വയർ. വി എന്ന് പറഞ്ഞാൽ അടി കിടക്കുന്നതാണ്, അപ്പോൾ എക്സ് സ്ക്വയർ കഴിഞ്ഞു. then our x cos x minus sin x divided by x square. ഇത്രയേ ഉള്ളൂ. ഇത് വേണം ഒന്നുകൂടി ചെയ്യാം നമുക്ക്. y is equal to 5x square by cos x. നോക്കിയോ, y dash of x is equal to first derivative is equal to v into v എന്ന് പറഞ്ഞാൽ അടി കിടക്കുന്നു cos x into du by dx. du by dx എന്ന് പറഞ്ഞാൽ മുകളിൽ കിടക്കുന്നതാണ് 5x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. 5x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 5 കോൺസ്റ്റന്റ് അല്ലേ, പുറത്തെടുത്തു. എക്സ് സ്ക്വയറിന് എന്നതാ n ഇൻറ്റു n എക്സ് റേസ് ടു n മൈനസ് 1 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1. അപ്പം എത്രയാ 10x. അപ്പോൾ 10x മൈനസ് യു ഫസ്റ്റ് ഈ മുകളിൽ എടുക്കണം, അതാരാ 5x സ്ക്വയർ ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇവൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്നതാ മൈനസ് സൈൻ എക്സ് ഹോൾ ഡിവൈഡ് ബൈ ബി സ്ക്വയർ. ബി ആണ് അവിടെ കോസ് എക്സ്, കോസ് എക്സിൻ്റെ സ്ക്വയർ cos x into 10x. അപ്പോൾ 10x ആദ്യം എഴുതാം. 10x into cos x. മൈനസ് ഉണ്ട്, മൈനസ് ഉണ്ട്, 2 മൈനസ് ഉണ്ട് അല്ലേ, അപ്പോൾ പ്ലസ് 5x സ്ക്വയർ sin x ഹോൾ ഡിവൈഡ് ബൈ cos x-ന്റെ cos സ്ക്വയർ x. കേട്ടോ, cos x സ്ക്വയർ അല്ല, cos x-ന്റെ ഹോൾ സ്ക്വയർ, cos സ്ക്വയർ x എന്നായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് cos x-ന്റെ ഹോൾ സ്ക്വയർ. ആ ഓപ്ഷൻ ഉണ്ട്, കൺഫ്യൂഷൻ അടിക്കണ്ട. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ ചെറുതാക്കാം. ഒരു cos x ഇല്ലേ, ഇവിടെ 2 cos x ഇല്ലേ, ഇവിടെ sin x ഉണ്ട്, ഇവിടെ 2 cos x ഉണ്ട്. നോക്കി ഞാൻ ഓരോ cos x-നെ എടുത്തിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 10x cos x ബൈ cos x എന്നാ വരും, അവിടെ പ്ലസ് 5x സ്ക്വയർ sin x ബൈ cos x എന്നാ tan x ഹോൾ ഡിവൈഡ് ബൈ അവിടെ ഒരു cos x അല്ലേ എടുത്തല്ലേ, ബാക്കി cos x ഉണ്ടല്ലോ. ഇത് നിങ്ങളുടെ ഇഷ്ടം, വേണമെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ മതി, ഇല്ലെങ്കിൽ ഇവിടെ തീർത്താലും ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കാൻ പോലും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഡിഫറൻഷിയേഷൻ്റെ പ്രൊഡക്റ്റ് റൂളും ഡിവിഷൻ റൂളും. ഓർത്തിരിക്കേണ്ടത് ഈ സാധനങ്ങളാണ് കേട്ടോ. കുറേ നേരം പിടിക്കും പഠിക്കാനും ഇതിനൊക്കെ ആയിട്ട്, ഓർത്തിരിക്കാനും ഒക്കെ ആയിട്ട്. അപ്പം ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചോളാം. അപ്പം നോക്കി, നമ്മൾ ഡിഫറൻഷിയേഷനൊക്കെ സെറ്റായി. നമുക്കൊരു കുറച്ച് സാമ്പിൾ കണക്കുകളൊക്കെ ചെയ്ത് നോക്കാം, അതേപോലെ അതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാം എന്നതാണ്. അപ്പോൾ നോക്കാം, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് y is equal to sin x. What is the differentiation of sin x? y dash എന്നതാണ് cos x. സിമ്പിൾ. ചോദിച്ചേക്കാണ് y is equal to sin x സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ
എന്നതാണ് y ഡാഷ് ഡിഫറൻഷിയേഷൻ ഓഫ് സൈൻ എക്സ് സ്ക്വയറിന്റെ. നമുക്ക് സൈൻ എക്സിന്റെ അറിയാം കോസ് എക്സ് ആണ്, പക്ഷെ സൈൻ എക്സ് സ്ക്വയറിന്റെയോ, അതായത് ഈ ഫംഗ്ഷന്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ വന്നേക്കോ എക്സ് സ്ക്വയർ എന്നുള്ളത്. എക്സ് മാത്രമേ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എക്സ് സ്ക്വയറാ വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു റൂളുണ്ട്, ചെയിൻ റൂൾ. റൂളൊക്കെ പഠിക്കൊന്നും വേണ്ട, കാര്യമാണ് പഠിക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. റൂളൊക്കെ നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിക്കുക. സൈൻ എക്സ് സ്ക്വയർ അല്ലേ, സൈൻ എക്സ് ആയിരുന്നെങ്കിൽ എന്തോ വരുമായിരുന്നു, കോസ് എക്സ് സ്ക്വയർ അല്ലേ. ഇത് മാത്രമേ വിചാരിക്കും സൈൻ എക്സ് സ്ക്വയറിന്റെ കോസ് എക്സ് സ്ക്വയർ. കാരണം ഈ എക്സ് സ്ക്വയറിന് നിങ്ങൾ എക്സ് ആണ് മാത്രം വിചാരിച്ച്, അപ്പൊ എന്നെ വരും കോസ് എക്സ്. എക്സ് ആണോ അല്ല, എന്താ ഇവിടെ എക്സ് സ്ക്വയർ, അപ്പൊ കോസ് എക്സ് സ്ക്വയർ. അതിനുശേഷം ഇവനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. എന്തുകൊണ്ട്, ഈ സാധനത്തെ കൊണ്ട് എക്സ് സ്ക്വയറിന്റെ ഡിഫറൻഷിയേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 2x. അപ്പൊ എന്നാ വരും, കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x. ഇതാണ് ചെയിൻ. നമ്മൾ ആദ്യം ഒരാളെ എടുത്തു, പിന്നെ അതിൻ്റെ അകത്തെ ആളെ എടുത്തതിന്റെ ഡിഫറൻഷിയേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി അതിൻ്റെ അകത്തും വേറെ ആളുണ്ടെങ്കിലോ, അതെ ഈ ആളാളെന്ന് പറഞ്ഞാൽ നോക്കാം. y is equal to cos 2x. y ഡാഷ് കാണും. കോസ് എക്സ് ആയിരുന്നു എന്ത് വരുമായിരുന്നു, മൈനസ് സൈൻ എക്സ് വരുമായിരുന്നു അല്ലേ. ഇവിടെ എക്സ് ആണോ അല്ല, 2x ആണ്. അപ്പൊ ഞാൻ എഴുതുവാണ് മൈനസ് സൈൻ 2x. ഇനി എക്സ്ട്രാ വന്ന ഈ ആളില്ലേ 2x എന്ന് പറഞ്ഞ ആള്, അവന്റെ ഡിഫറൻഷിയേഷൻ എന്നതാ 2. 2x ഡിഫറൻഷിയേഷൻ എന്നാ 2xന്റെ 2 കോൺസ്റ്റന്റ് അല്ലേ, പുറത്തെടുത്തു. എക്സ് 1 ഇൻറ്റു എക്സ് റേസ് ടു 1 മൈനസ് 1. അപ്പം എന്നാ വരും, 2 ഇൻറ്റു എക്സ് റേസ് ടു 0. അതായത് 2 മാത്രമേ ആ 2 ഇട്ടേക്കുന്നത്. ഇവിടെ ആൻസർ എന്നാ വരും, മൈനസ് 2 സൈൻ 2x. കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഡിഫറൻഷിയേഷൻ അങ്ങനെ അറിയാവുന്ന എഴുതുക. അതിനുശേഷം അതിൻ്റെ അകത്തുള്ള ആൾക്കാരെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ, നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ലോ, കാര്യം പഠിച്ചോളെ. ഇതിനെ പറയുന്നവരാണ് ചെയിൻ റൂൾ. ഇനി വേറെ വേണമെങ്കിൽ ലോഗ് സൈൻ എക്സ്. ലോഗ് എക്സ് ആയിരുന്നെങ്കിൽ എന്ത് വരുമായിരുന്നു, 1/x വരുമായിരുന്നു അല്ലേ. എക്സ് ആണോ അവിടെ അല്ല, സൈൻ എക്സ് ആണ്. അപ്പോൾ എന്ത് എഴുതണം, നമുക്ക് സൈൻ എക്സ് എഴുതാം, 1/sin x. ഇനി ഈ എക്സ്ട്രാ വന്ന ഈ ആളിലെ അവന്റെ ഡിഫറൻഷിയേഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സൈൻ എക്സിന്റെ ഡിഫറൻഷിയേഷൻ എന്നാ കോസ് എക്സ്. അപ്പം ആൻസർ കോസ് എക്സ് ബൈ സൈൻ എക്സ്. കേട്ടോ, ഇനി സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണെങ്കിൽ ടാൻ വരുമായിരുന്നു. ഇത് നേരെ തിരിച്ച ടാനിന്റെ റെസിപ്രോക്കൽ എന്താ കോട്ട് എക്സ്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് മനസ്സിലായോ എങ്ങനെയാന്ന്. ഇവൻ മാത്രമായിരുന്നെങ്കിൽ എന്ത് വരുമായിരുന്നു, അതിനുശേഷം ആ ആളെ വെച്ച് അതിന്റെ ഡിഫറൻഷിയേഷൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത്രയും ഇതാണ് ചെയിൻ റൂൾ. കേട്ടോ, ഇനി ഇങ്ങനത്തെ കുറെ മെത്തഡുകളും അതും ഇതൊക്കെ ഉണ്ടാവും. നമുക്ക് +1ലും +2ലും ഫിസിക്സിൽ അധികം ആവശ്യം വരില്ല, ഇത്രയൊക്കെ തന്നെ വരുള്ളൂ. പിന്നെ കുറച്ച് സൈൻ വരും. നമുക്ക് ഈ ചെയിൻ റൂൾ വരും എന്നറിയാം, ഓസിലേഷൻ്റെ ഒക്കെ പാഠഭാഗത്ത് വരും. ഇനി എന്നാ ഇതിന്റെ ആപ്ലിക്കേഷൻ, അത് നമുക്ക് നന്നായി പഠിക്കാനുണ്ട്. ഇപ്പം നോക്കൂ, ഒരു ഗ്രാഫ് ഉണ്ട് കേട്ടോ, ഇങ്ങനത്തെ ഒരു ഗ്രാഫ്. ഇതിന്റെ ഗ്രാഫ് x³ + 3x². എന്തെങ്കിലും സാധനം വിചാരിച്ചു, ഇനി വേണ്ട. മാത്തമാറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആയാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ എനിക്കിട്ട് പണി തരും. ഇപ്പം എൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട്, ഇതാണ് ഗ്രാഫ്. നിങ്ങൾ നോക്കി, ഈ ഗ്രാഫിൻ്റെ ഈ പോയിന്റിലെ ഡിഫറൻഷിയേഷൻ കേട്ടോ കാണാനായിട്ട് ടാൻജന്റ് വരച്ചു. ഇതിന്റെ സ്ലോപ്പ് ഞാൻ അളന്നു, തീറ്റ കണ്ടുപിടിച്ചു, ടാൻജന്റ് കണ്ടുപിടിച്ചു. ശരി, ഇത് ഈ പോയിന്റിലെ ടാൻജന്റ് വരച്ചു, തീറ്റ കണ്ടുപിടിച്ചു, ടാൻജന്റ് കണ്ടു, ആൻസർ കിട്ടി. ഈ പോയിന്റ് എന്നായിരിക്കും ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ. ഈ പോയിന്റിലെ ടാൻജന്റ് എങ്ങനെയാണ്, ഇവനും പാരലായിരിക്കില്ലേ, കാരണം ഇത് കർവാണ്. ഇനി ഏറ്റവും മുകളിലത്തെ പോയിന്റില്ല. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഇങ്ങനെ 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 ടാൻജന്റ് വന്നാൽ ഏറ്റവും മുകളിലത്തെ പോയിന്റ് ഇങ്ങനെ ആയിരിക്കും അല്ലേ, ഉണ്ടാവും. ഇതാ കർവ്. ആലോചിച്ചു, ഇവിടെ ടാൻജന്റ് ഇങ്ങനെ, ഇവിടെ ടാൻജന്റ് ഇങ്ങനെ, ഇവിടെ ടാൻജന്റ് ഇങ്ങനെ.
ഇങ്ങനെ 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 പോയി ഏറ്റവും മുകളിൽ എങ്ങനെയാ ഇങ്ങനെ. നമുക്കറിയാം ഈ പാരലൽ ലൈനിന്റെ ടാൻജന്റ് എന്നതാ, അല്ലെങ്കിൽ അതിന്റെ ടാൻ തീറ്റന്റെ വാല്യൂ എത്രയാണ് നോക്കി. നമ്മൾ കുറച്ചും പഠിച്ചില്ലായിരുന്നോ, dy/dx ഓഫ് കോൺസ്റ്റന്റ് ഈസ് 0 എന്ന് പറഞ്ഞാൽ y is equal to a കോൺസ്റ്റന്റ് എന്നുള്ള ഗ്രാഫ് ഇതാ ഇങ്ങനെ ഇങ്ങനെ വരുന്നതല്ലേ. ഇതിന്റെ ഒക്കെ ഡിഫറൻഷിയേഷന്റെ എന്നതാ, ഡിഫറൻഷിയേഷന്റെ വാല്യൂ എന്നതാ 0. അതായത് ഈ ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ ഡിഫറൻഷിയേഷന്റെ വാല്യൂ എത്രയാണ്, d/dx. അറ്റ് ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ ഡിഫറൻഷിയേഷൻ ഈ ഗ്രാഫിന്റെ ഈ y എന്ന ഈ ഗ്രാഫ് x³ - 3x² അങ്ങനെ എന്തെങ്കിലും ഗ്രാഫ് ആയിരിക്കും. അതിന്റെ ഈ ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ ഈ ഡെറിവേറ്റീവിന്റെ വാല്യൂ എന്നതാ 0. ഇതിനെ പറഞ്ഞവരാണ് മാക്സിമം. ഈ പോയിന്റിനെ പറഞ്ഞവരാണ് മാക്സിമം കേട്ടോ. ഇനി ഇങ്ങോട്ട് നോക്കും, ഈ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇവിടുത്തെ ടാൻജന്റ് ഇങ്ങനെ, ഇവിടുത്തെ ടാൻജന്റ് ഇങ്ങനെ, ഇവിടുത്തെ ടാൻജന്റ് ഇങ്ങനെ. ഈ ഏറ്റവും അടിയിലത്തെ പോയിന്റ് നോക്കിയേ, അവിടെ ഇങ്ങനെ തന്നെയല്ലേ അല്ലേ, സ്ട്രൈറ്റ് അല്ലേ. അപ്പൊ ഈ ഏറ്റവും അടിയിലത്തെ പോയിന്റിലും dy/dx ഈക്വൽ ടു 0. മനസ്സിലായി? ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ ഇപ്പൊ ഒരു കർവിന്റെ, ഒരു ഗ്രാഫിന്റെ, ഒരു കർവിന്റെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഈ ഏറ്റവും മുകളിലത്തെ പോയിന്റിലും ഏറ്റവും മിനിമം പോയിന്റിലും, ഇതിനെ പറഞ്ഞതാണ് മിനിമം. ഏറ്റവും മുകളിലത്തെ പോയിന്റിലും ഏറ്റവും താഴത്തെ പോയിന്റിലും ഡിഫറൻഷിയേഷൻ എന്നായിരിക്കും 0. അതിന് കാരണം മനസ്സിലായോ? ആ പോയിന്റിലെ ടാൻജന്റ് x ആക്സിസിന് പാരലൽ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ. എന്നാൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. y is equal to y of x is equal to 3x² plus 6x. Find point of maximum. Okay. y dash of x കണ്ടുപിടിച്ചു. 3x² and 6x plus 6. എനിക്കറിയാം അറ്റ് പോയിന്റ് ഓഫ് മാക്സിമ y ഡബിൾ ഡാഷ് ഓഫ് x is equal to 0. കണ്ടോ, dy/dx 0 ആണ് അറ്റ് പോയിന്റ് ഓഫ് മാക്സിമയിലും പോയിന്റ് ഓഫ് മിനിമയിലും. നമ്മൾ ചോദിച്ചേക്കുന്ന പോയിന്റ് ഓഫ് മാക്സിമം അല്ലേ, അവിടെ എന്തായാലും ഇത് 0 ആണല്ലോ. ചെയ്ത് നോക്കാം. അപ്പൊ 6x plus 6 is equal to 0. അങ്ങനെയാണെങ്കിൽ x is equal to ഈ 6 അങ്ങോട്ട് വരും. 6x is equal to -6. x is equal to -6/6 is equal to -1. ഓക്കെ. അപ്പൊ ഈ -1 എന്ന് പറയുന്ന പോയിന്റില് ഒരു പണിയാണേ, നമുക്കൊരു പണിയാണ്. അവിടെ -3x കൊടുക്കാം. അപ്പൊ അങ്ങനെയാണ് ഇവിടെ എന്ത് വരും, -6x വരും. അങ്ങനെ ഇവിടെ എന്ത് വരും, -6x വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ -6x plus 6 is equal to 0. അങ്ങനെയാണെങ്കിൽ 6x - 6x is equal to -6x. അങ്ങനെ x is equal to -6/6 is equal to 1 കേട്ടോ, അറ്റ് പോയിന്റ് 1. അപ്പോൾ ആ x 1 ആവുന്ന സ്ഥലത്ത് ഡെറിവേറ്റീവ് 0 ആണ്. ഇപ്പോഴും ഉറപ്പായിട്ടില്ല അത് ഇവിടെയാണ് ഇവിടെയാണ്, കാരണം രണ്ടിടത്തും എന്നതാ 0 ആണ്. അപ്പൊ ഇത് പോയിന്റ് ഓഫ് മാക്സിമയാണോ മിനിമയാണോ എന്ന് ഉറപ്പാക്കാനായിട്ട് വേറെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. അതെന്നു വെച്ചാൽ നിങ്ങൾ y"(x) കാണും എന്ന് പറഞ്ഞാൽ ഇവന്റെ ഒന്നും കൂടി ഡെറിവേഷൻ. ഇപ്പൊ y'(x) ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് y"(x). അപ്പോൾ -6x plus r ഡിഫറൻഷിയേഷൻ ഒന്നും കൂടെ d/dx ഓഫ് -6x plus r കേട്ടോ. -6x ഡെറിവേറ്റീവ് എന്നാണ്, -6 കോൺസ്റ്റന്റ് അല്ലേ, പുറത്തേക്ക് എടുത്തു. എക്സിൻ്റെയോ 1 ആണ്, പ്ലസ് ആറിൻ്റെ ഡിഫറൻഷിയേഷനോ 0. ഇപ്പം എന്നാ വരും, -r. if ഇതാണ് കണ്ടീഷൻ, y"(x) is greater than 0 അല്ലെങ്കിൽ y"(x) is negative, then point of maximum.
if y double dash x is positive, then minimum. ഇവിടെ y double dash x മൈനസ് 6 അല്ലേ, നെഗറ്റീവ് ആണെങ്കിൽ പോയിന്റ് ഓഫ് മാക്സിമം. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്നായിരിക്കും, എക്സ് എന്നുള്ള ഈ പോയിന്റ്, ഈ ഒന്നാമത്തെ പോയിന്റ് ആയിരിക്കും എന്ത്, മാക്സിമം. കേട്ടോ, ഇതിവിടെ ഇല്ല, മിനിമം എന്നുള്ള പോയിന്റ് അതില്ല. മനസ്സിലായല്ലോ? y double dash x കാണുന്നു. ഒരു സിമ്പിൾ പ്രോബ്ലം ചെയ്യാം, അതിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിക്കോളൂ. എഴുതിക്കോ, if y of x is equal to x cube by 3, y of x is equal to x cube by 3 plus 5x square by 2 plus 6x. Find the point of maximum and minimum. കേട്ടോ, find point of maximum and minimum. പോസ് ചെയ്തോ, എന്നിട്ട് ഒന്ന് ചെയ്ത് നോക്കിയോ. താഴത്തെ വായിക്കട്ടെ. എന്നാ ചെയ്യേണ്ട, ആദ്യമേ y ഡബിൾ ഡാഷ് എക്സ് കാണണം. ശരി, y ഡാഷ് എക്സ് കാണണം. എക്സ് ക്യൂബ് ബൈ 3, 1/3 കോൺസ്റ്റന്റ് ആണ്. എക്സ് ക്യൂബിൻ്റെ എന്നതാ 3x സ്ക്വയർ പ്ലസ് 5x സ്ക്വയറിൻ്റെ എന്നതാ 10x. ചെയ്ത് നോക്കട്ടോ. ഡിവൈഡ് ബൈ 2 പ്ലസ് 6x എന്നതാ 6. 3 വെട്ടിപ്പോയി 5. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6. ഇതാണ് എന്ത്, y ഡാഷ് എക്സ്. എനിക്കറിയാം അറ്റ് പോയിന്റ് ഓഫ് മാക്സിമ അല്ലെങ്കിൽ മിനിമം y ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഞാൻ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യും, എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. ഇതിനെന്ത് എഴുതാം, എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 പറ്റുമോ? 3 2 5 പറ്റില്ലടോ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യുന്ന പണ്ട് പഠിച്ചല്ലേ, മറന്നുപോയി. എനിക്ക് എക്സ് സ്ക്വയർ 3 ഇങ്ങനെ തന്നെ ആണല്ലോ. ആ ഭാഗ്യം, അതന്നെ ശരിയാ, മറന്നുപോയി. അപ്പോൾ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 കേട്ടോ ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഒന്നുകിൽ എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 ആകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് എന്താവും, -3. എക്സ് പ്ലസ് 2 ഒന്നുകിൽ 0 ആകണം. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു -2. ഓക്കെ, അപ്പം നമുക്ക് 2 പോയിന്റ് കിട്ടി. അവിടെ y ഡാഷ് എക്സ് 0 ആണ് അല്ലേ. ഇത് നമുക്ക് ഉറപ്പിക്കണം, അത് ഇതിൽ ഏത് മാക്സിമം ആണോ മിനിമം ആണോ. ചിലപ്പോൾ 2 മാക്സിമം 2 മിനിമം ആണോ, ഏതാ പോയിന്റ് മാക്സിമം ഏതാ പോയിന്റ് മിനിമം നോക്കാം. അതിനോട് എന്താ ചെയ്യണ്ടേ, y ഡബിൾ ഡാഷ് എക്സ് കാണും. അതായത് d/dx ഓഫ് ഈ സാധനം ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 d/dx ഓഫ് x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 എന്നാ 2x പ്ലസ് 5 പ്ലസ് 6. ക്വാറന്റൈൻ സെന്റർ അല്ലേ, ആരൊക്കെ അവിടെയൊക്കെ പോകുന്നുണ്ട്, എല്ലാവർക്കും കൊറോണ ആട്ടെ. നോക്കിയേ 2x പ്ലസ് 5 പ്ലസ് 6. അയ്യോ 6 ഇല്ലല്ലോ, 2x പ്ലസ് 5, കാരണം x6ൻ്റെ എന്നതാ 0. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി, y ഡബിൾ ഡാഷ് എക്സ് കണ്ടു. നമുക്ക് നോക്കാം ഈ പോയിന്റിൽ ഇതിൻ്റെ വാല്യൂ എത്രയാണ്. y ഡബിൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. y ഡബിൾ ഡാഷ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2 പോയിന്റ് അല്ലേ അവിടെ, -3 -2 അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -3. നമുക്ക് നോക്കാം എത്രയാണ്. ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് 5. 2 ഇൻറ്റു എക്സിൻ്റെ അവിടെ -3 കൊടുത്തു പ്ലസ് 5
2 ഇൻറ്റു മൈനസ് 3 മൈനസ് 6 പ്ലസ് 5 മൈനസ് 1. ഇനി y ഡബിൾ ഡാഷ് ഓഫ് എക്സ് അറ്റ് പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു -2 -2 കിട്ടി. അപ്പം അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു എക്സ് പ്ലസ് 5 അല്ലേ, 2 ഇൻറ്റു -2 പ്ലസ് 5 നോക്കിയേ, 2 ഇൻറ്റു -2 എത്രയാ -4, 5 -4 എത്രയാ 1. ആഹാ നോക്കിയേ, ഈ പോയിന്റിൽ y ഡബിൾ ഡാഷ് മൈനസും ഈ പോയിന്റിൽ y ഡബിൾ ഡാഷ് പ്ലസും കിട്ടി. അപ്പം അങ്ങനെയാണെങ്കിൽ പറ, നമുക്കറിയാം y ഡബിൾ ഡാഷ് കുറച്ച് നമ്മൾ എഴുതിയിട്ടില്ലേ ആ ഡയലോഗ്, y ഡബിൾ ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ ആ പോയിന്റ് ആയിരിക്കും എന്ത്, ഈ പോയിന്റ് ആയിരിക്കും എന്ത് മാക്സിമം. y ഡബിൾ ഡാഷ് പോസിറ്റീവ് ആണെങ്കിൽ ഈ പോയിന്റ് ആയിരിക്കും എന്ത് മിനിമം. അപ്പം ഇത് പോയിന്റ് ഓഫ് മിനിമം, ഇത് പോയിന്റ് ഓഫ് മാക്സിമം. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേഷൻ്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പഴയ പുസ്തകങ്ങളൊക്കെ മാത്സിൻ്റെ ഒക്കെ പുസ്തകമൊക്കെ സീനിയേഴ്സിനെ ഒന്ന് മേടിച്ചിട്ട് ചെയ്ത് നോക്കുക. ഡിഫറൻഷിയേഷൻ്റെ ഏകദേശം ഇത്രേ ഉള്ളൂ. ഇക്വേഷൻ മുഴുവൻ കാണാൻ പഠിച്ചേക്കണം. ഇതൊക്കെ കാണാൻ പഠിക്കണം കേട്ടോ, ഇതും കാണാൻ പഠിക്കണം. ബാക്കിയുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്ക് തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ പഠിച്ചു തുടങ്ങിയോ, മെഡിക്കലായി പഠിച്ചോ. ഓൾ ദി ബെസ്റ്റ്.